ഹായ് ആൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നൂസ് കിച്ചൻ ലാബ്. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഹലീം എന്ന് പറഞ്ഞൊരു ഡിഷിൻ്റെയാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റി മാത്രമല്ല, നല്ല ഹെൽത്തി കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാനും മറക്കരുത് കേട്ടോ. ഞാനിവിടെ കുറച്ച് മസാലയും ചുവന്ന പരിപ്പും കടലപ്പരിപ്പും ഉഴുന്നൊക്കെ കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗോതമ്പാണ്. അപ്പോൾ അത് ഞാൻ 1/4 കിലോ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് മസാലയാണ്. ഇതിൽ കറാമ്പുണ്ട്, പട്ടയുണ്ട്, ഏലക്കായുണ്ട്, ജീരകമുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഉള്ളി ഒന്ന് ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ മൂപ്പിച്ചെടുത്തിരുന്നു. അതിലേക്ക് തന്നെ ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗോതമ്പാണ്. നേരത്തെ കുതിർത്ത് വെച്ചാണ്. 250 ഗ്രാം ഗോതമ്പിന് 250 ഗ്രാം ചിക്കനാണ് ഇതിൻ്റെ ഒരു മെഷർ. ഇനി ഗോതമ്പ് നുറുക്ക് ഗോതമ്പാണ് ഏറ്റവും നല്ലത് ഹലീമിന്. ഇല്ലെങ്കിൽ അൽസ ഗോതമ്പ് എടുക്കാം. ഞാനിവിടെ അൽസ ഗോതമ്പ് എടുത്തിട്ടുള്ളത്. ഇനി മൂപ്പിച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നല്ല നെയ്യൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഏറ്റവും നല്ലത് ഇതിന്. അതിനുശേഷം നമുക്ക് പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകി വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്ക് കുറച്ചൊരു ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മതിയാകും. മഞ്ഞൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോതമ്പ് അൽസ ഗോതമ്പും ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്ന തരത്തിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണെന്ന് അറിയും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് മസാല ഒക്കെ ചേർന്നിട്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുക വേണ്ടത്. ഏകദേശം ഒരു 20 to 25 മിനിറ്റോളം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹലീം ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടോ. സാധാരണ ഞങ്ങൾ അൽസൊക്കെ മത്ത് വെച്ച് അടിച്ചുടച്ചെടുക്കാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹലീമും ചെയ്തെടുക്കണം. ഉടച്ചെടുക്കുമ്പോൾ നന്നായി കിട്ടില്ല നമുക്ക് ഹലീം. അപ്പോൾ ഒരു അൽസ പോലെ തന്നെയാണ് ഹലീമും ഉണ്ടാവാം. നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്താം. ഞാനങ്ങനെ കുറേയൊന്നും അടിച്ചെടുത്തിട്ടില്ല, കാരണം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഞാൻ ജസ്റ്റ് ഡെക്കറേഷനായിട്ട് മല്ലിച്ചപ്പ് ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഉള്ളി മൂപ്പിച്ചതും കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് മല്ലിച്ചപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പീസായിട്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. സ്റ്റേ ട്യൂൺഡ്.